This is a dialogue between Naresh, who lost his phone during a trip, and Mr. James, the representative of the travel insurance company. The dialogue begins now. Hello, Naresh. I'm James from Travel Insurance Company. This is regarding the claim you have raised 2 weeks before. Before we proceed further, I need to confirm your customer reference number. Is it 39A6431? നമസ്കാരം നരേഷ്. ABC ട്രാവൽ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്നും ജെയിംസ് ആണ് സംസാരിക്കുന്നത്. 2 ആഴ്ച മുൻപ് താങ്കൾ ഉന്നയിച്ച ക്ലെയിമിനെ സംബന്ധിച്ചാണിത്. തുടരുന്നതിന് മുൻപായി താങ്കളുടെ ഉപഭോക്തൃ പരാമർശ സംഖ്യ 39A6431 ആണോ? നമസ്കാരം ജെയിംസ്. താങ്കളുടെ വിളിക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, അതാണ് എൻ്റെ ഉപഭോക്തൃ പരാമർശ സംഖ്യ. വിളിച്ചതിന് നന്ദി. ക്ലെയിമിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? എനിക്ക് ഉടൻ പണം ലഭിക്കുമോ? Hi James, I was waiting for your call. Yes, that is my customer reference number. Thank you for calling. What is the current status of the claim? Will I get paid soon? There will be a slight delay in claiming the amount as it is not having all the required documents. Please provide more details about the incident, what was the exact date, and what exactly happened. ആവശ്യമായ എല്ലാ രേഖകളും ഇല്ലാത്തതിനാൽ ക്ലെയിമിനായി കുറച്ച് കാലതാമസമുണ്ടായിരിക്കും. താങ്കൾ കുറച്ചധികം വിശദാംശങ്ങൾ നൽകേണ്ടതായുണ്ട്. കൃത്യമായി എന്നാണ് സംഭവം നടന്നത്? കൃത്യമായും എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ മാസം 24-നാണ് സംഭവം നടന്നത്. ഞാൻ കുടുംബത്തോടൊപ്പം ദുബായിലേക്ക് യാത്ര പോയതായിരുന്നു. അവിടെ വെച്ചാണ് ആരോ എൻ്റെ ഫോൺ മോഷ്ടിച്ചത്. It happened on the 24th of last month. I had traveled to Dubai with my family and someone stole my phone there. Okay, but you have not submitted the original receipt of the phone till now. This is one of the mandatory requirements for processing the claim. ശരി, എന്നാൽ താങ്കൾ ഫോണിന്റെ അസൽ രസീത് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ക്ലെയിമിനായി മുന്നോട്ടു പോകുന്നതിനായുള്ള ക്ലെയിമിനായുള്ള നിർബന്ധ രേഖകളിൽ ഒന്നാണിത്. ഫോൺ വാങ്ങിയ രസീത് എൻ്റെ പക്കലില്ല. വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം 2 വർഷമാവാറായി. I don't have the receipt of the phone. It has been almost 2 years since I bought it. If you bought the phone in Australia, please check with the store and they will reprint it. If I bought it online, then things are a lot easier. There is an option to download the receipt of previous purchases. താങ്കൾ ഫോൺ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയതെങ്കിൽ കടയിൽ അന്വേഷിച്ചാൽ അവർ വീണ്ടും അത് അച്ചടിച്ചു തരും. അതല്ല, ഇനി ഓൺലൈനായാണ് വാങ്ങിയതെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. മുൻപ് വാങ്ങിയതിന്റെ രസീത് ഡൗൺലോഡ് ചെയ്യുവാൻ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ടാകും. എന്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മുൻപ് ചിന്തിച്ചില്ല? ഞാൻ ഇന്ന് തന്നെ അത് ഏർപ്പാടാക്കാം. ഞാൻ സമർപ്പിക്കാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലുമുണ്ടോ? Oh, why didn't I think about that before? I'll arrange it today itself. Is there anything else that I must to submit? If you have already lodged a complaint with the police, we need a copy of the police report. If you have not filed yet, please do so immediately.
താങ്കൾ ഇതിനകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യമാണ്. അതല്ല ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഉടൻ തന്നെ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതെ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ അത് ഇംഗ്ലീഷിലല്ല, എന്റെ മാതൃഭാഷയിലാണ്. Yes, I had received the police report's copy from the nearby police station, but it is not in English, it is in my mother tongue. That will not be a problem. Please get it translated by a certified translator and submit it along with other documents. അതൊരു പ്രശ്നമാകില്ല. ഒരു അംഗീകൃത വിവർത്തകനെ വെച്ച് അത് വിവർത്തനം ചെയ്ത് മറ്റ് രേഖകളോടൊപ്പം സമർപ്പിച്ചാൽ മതിയാകും. ശരി, ഞാൻ താങ്കൾ പറഞ്ഞ എല്ലാത്തിനുമുള്ള ഏർപ്പാടുകൾ പെട്ടെന്ന് ചെയ്യാം. എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദി. All right, I'll make arrangements for everything you End said. of dialogue. All right, I'll make arrangements for everything you said. Thank you. Thanks a lot for your help.